ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് പല ആൾക്കാരുടെയും ഒരു പ്രോബ്ലം ആയിരിക്കും വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ്. അതായത് മെയിനായിട്ട് ക്ലോഗ്ഡ് പോൾസ് ആയിരിക്കും എല്ലാവരുടെയും ഒരു പ്രശ്നം എന്ന് പറയുന്നത്. നമ്മുടെ മൂക്കിൻ്റെ ഈ ഒരു ഏരിയ, അതുപോലെ നമ്മുടെ ഈ ഒരു ഏരിയയിലൊക്കെ കുറച്ചിങ്ങനെ ചെറിയ ചെറിയ ഡോട്ട് 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 പോലെ ഇങ്ങനെ ഒന്നെങ്കിൽ വൈറ്റ് കളറായിരിക്കും അല്ലെങ്കിൽ ബ്ലാക്ക് കളറായിരിക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് വൃത്തികേടായിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അതിനൊരു സൊല്യൂഷനാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഇത് വന്നിട്ട് ഡോക്ടർ റഷീലിൻ്റെ ടീ ട്രീ നോസ് സ്ട്രിപ്പുകളാണ് കേട്ടോ. ഇത് വന്നിട്ട് ശരിക്കും അടിപൊളി ഒരു സാധനമാണ്. ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് വന്നിട്ട് എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടെന്ന് തന്നെ എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ എവിടെയോ കണ്ടിട്ട് ഇത് വാങ്ങിച്ചതാണ്. ഞാനിതുപോലത്തെ 2 എണ്ണമാണ് വാങ്ങിച്ചത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 140 രൂപയാണ്. ഇതിനകത്ത് 10 സ്ട്രിപ്പ് ഉണ്ടാവും. ഞാൻ ഓൾറെഡി ഇതിനകത്തുനിന്ന് 2 സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട്. ഞാനും എൻ്റെ അനിയത്തിയും യൂസ് ചെയ്തതാണ് ഓരോന്ന് വെച്ചിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡോക്ടർ റഷീലിൻ്റെ ടീ ട്രീ നോസ് പോർ സ്ട്രിപ്പുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ കേട്ടോ, ഇതിനകത്ത് ഇങ്ങനെ ഓരോരോ ഷീറ്റുകളായിട്ട് ഇങ്ങനെ ഉണ്ടാവും. 10 എണ്ണം ഇങ്ങനെ ഉണ്ടാവും. ഇത് 8 എണ്ണേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഒരെണ്ണം എടുത്തിട്ടാണ് നമ്മളിത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അല്ലെ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് ഇതിൻ്റെ പാക്കറ്റിലും കൊടുത്തിട്ടുണ്ട്. ഓരോരോ സ്ട്രിപ്പിലും ഇവർ സെപ്പറേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. നമ്മൾ ആദ്യം നല്ല രീതിക്ക് ക്ലീൻ ചെയ്യുക, നമ്മുടെ ഫേസ് നല്ല രീതിയിൽ വാഷ് ചെയ്യുക. ക്രീമോ മേക്കപ്പോ അങ്ങനത്തെ ഒരു സാധനങ്ങളും പാടില്ല, ഫുള്ളി ക്ലീൻ ആയിരിക്കണം. അതിനുശേഷം നമ്മുടെ ഈ സ്ട്രിപ്പ് പൊട്ടിച്ചിട്ട് അതിനകത്തുനിന്ന് ആ ഒരു പ്ലാസ്റ്റിക് സാധനം ഉണ്ട്, അതിങ്ങനെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് പൊട്ടിച്ചെടുക്കുക. സാധനം നമ്മൾ കയ്യിലെടുത്തിട്ട് നമ്മുടെ മൂക്കുണ്ടല്ലോ ഒന്ന് നനച്ച് കൊടുത്തിട്ട്, നമ്മൾ മൂക്കിൻ്റെ ഈ ഒരു ഏരിയ മാത്രമാണ് ഇടുന്നുണ്ടെങ്കിൽ മൂക്കിൻ്റെ ഒരു ഏരിയ മാത്രം നമ്മൾ നനച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഈ ഒരു ജോലൈൻ്റെ അവിടേക്ക് ഇടുന്നുണ്ടെങ്കിൽ അവിടെയും കൂടെ ചെറുതായിട്ടൊന്ന് വെറ്റാക്കി കൊടുക്കുക. നല്ല രീതിക്ക് നനയ്ക്കുക, അതാണ് എനിക്ക് മനസ്സിലായത്. നനയ്ക്കുക. അപ്പോൾ അത്രയും സ്പീഡിൽ അത് നമ്മുടെ ഫേസിലേക്ക് അങ്ങോട്ട് ഒട്ടിപ്പിടിച്ചോളും. അപ്പോൾ ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അത് ആദ്യം നമ്മൾ നനയ്ക്കുക, എന്നിട്ട് ഈ സ്ട്രിപ്പ് നമ്മൾ ഒട്ടിക്കുക. ഒരു 10-15 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുക. നല്ല രീതിക്ക് അത് ഉണങ്ങുന്ന നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്കൊരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേനും അത്രയും ടൈം എടുക്കുമെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉണങ്ങുമ്പോഴത്തേനും നമുക്കിത് പറിച്ചെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ പറയുന്നത്, വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്കിത് ലൈവായിട്ട് നോക്കാം. ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ. അതെൻ്റെ മൂക്കിൻ്റെ ഈ ഒരു ഏരിയയിൽ നല്ല രീതിയിൽ ബ്ലാക്ക് ഹെഡ്സ് ഉണ്ട്, വൈറ്റ് ഹെഡ്സ് അല്ല, ബ്ലാക്ക് ഹെഡ്സ് ഉണ്ട്. സോ നമുക്ക് എടുക്കുവാണെങ്കിൽ തന്നെയും ബ്ലാക്ക് ഹെഡ്സ് ആയതുകൊണ്ട് കാണാം എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. ഞാൻ കുറച്ച് നാളുകളായിട്ട് ചെയ്തിട്ടില്ല. ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ എന്തെങ്കിലും കാണാൻ വേണ്ടിയിട്ട് ഉണ്ടാവണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ്, വരുമോ ഇല്ലയോ എന്നൊന്നുമുള്ളത് എനിക്ക് അറിയത്തില്ല. കാരണം കുറച്ച് കുറവാണ്, എന്നാലും നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ട്. എനിക്ക് കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോയിൽ എങ്ങനെ ക്ലിയർ ആയിട്ട് കിട്ടുമോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. ആദ്യം നമ്മുടെ മൂക്കൊന്ന് നല്ല രീതിയിൽ നനയ്ക്കണം. അപ്പോൾ നമുക്ക് മൂക്ക് മാത്രമാണ് ഞാൻ തൽക്കാലം ഇപ്പോൾ ഇടുന്നുള്ളത്. മൂക്കിന് നല്ല രീതിക്ക് വെള്ളം തൊട്ട് കൊടുക്കുക. നല്ല രീതിക്ക് വെറ്റാകണം കേട്ടോ. പിന്നെ മൂക്കുത്തി ഊരാൻ പറ്റുന്ന ആളുകളാണ് ഊരി വെച്ചോളൂ. എനിക്കിപ്പോൾ മൂക്കുത്തി ഊരി വെച്ച് അത് അടഞ്ഞു പോകുമോ എന്നുള്ളൊരു ടെൻഷനുള്ളതുകൊണ്ട് ഞാൻ അത് തൽക്കാലം ചെയ്യണില്ല. എന്നിട്ട് നമുക്ക് ഇത് സ്ട്രിപ്പ് ഇങ്ങനെ പൊട്ടിക്കാം, ഈസി ആയിട്ട് പൊട്ടിക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിനകത്തുനിന്ന് ഈ സാധനം വരും, ഇത് വരും. ഇതിൻ്റെ ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് വെക്കേണ്ടത്. ഇതിൻ്റെ ഈ ഒരു താഴ്വശം കണ്ടോ, ഇങ്ങനെയുള്ള ഈ ഒരു കർവ് വരുന്നത് താഴത്തോട്ട് ആണെന്നാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ, അതെ. അപ്പം നമ്മൾ ഇതിങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഒരു ഷീറ്റിനകത്തായിരിക്കും. ഈ ഷീറ്റിൽ നിന്ന് നമുക്കിതിങ്ങനെ പറിച്ചെടുക്കുക. എന്നിട്ട് നമുക്കിതിങ്ങനെ ഒട്ടിക്കാം. ഏത് വശമായിരുന്നു ഒട്ടിക്കേണ്ടത്? ഈ വശം തന്നെ ആയിരിക്കും. എന്തായാലും നമുക്കിത് ഒട്ടിക്കാവേ. മൂക്ക് നനഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതങ്ങനെ പെട്ടെന്ന് ഒട്ടത്തില്ല കേട്ടോ. മുന്നേ ഞാനിത് ചെയ്യുന്ന സമയത്ത് എനിക്ക് അത്രയ്ക്കൊരു കോൺഫിഡൻസ് ഇല്ല, അറിയാനും പാടില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ശകലം ഒന്ന് നനച്ചതേ ഉള്ളൂ, വെറ്റാക്കാനല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് അത്ര സെറ്റായില്ല. പക്ഷേ ഇത് ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് നനച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം, ജസ്റ്റ് ഒരു 10 മിനിറ്റ് നോക്കിയിട്ട് പറയാം ഞാൻ. അപ്പോൾ ഇതൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ, നല്ല രീതിക്ക് ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് പൊളിച്ചെടുക്കാം. കുറച്ച് പാടാൻ തോന്നുന്നു. പിന്നെ ഇത് പൊളിക്കുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ ഈ എഡ്ജസ് നിന്ന് പൊളിച്ച് ഇങ്ങനെ നടുക്കിലേക്ക് വരണം എന്നാണ് ഇവർ പറയുന്നത്. അല്ല, നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ പൊളിക്കരുത്, ഇവിടുന്ന് ഇങ്ങനെ പൊളിച്ച് 2 സൈഡിൽ നിന്നും. ഇനി ഇത് ഇൻ കേസ് നിങ്ങൾക്ക് ഇത് പൊളിക്കാൻ ഭയങ്കര പാടാണ്,
കുറച്ച് ടഫാണ്, വേദനയൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, അതായത് നമ്മൾ കുറച്ച് വെള്ളമൊക്കെ തൊട്ട് നമ്മൾ മൈക്രോ ടേപ്സ് നമ്മുടെ ഹോസ്പിറ്റൽ ക്യാനുലേക്ക് ഇടുമ്പോഴത്തേനും നമ്മൾ വെള്ളം തൊട്ടിങ്ങനെ പറിക്കില്ലേ, അതുപോലെ നിങ്ങൾക്കിത് പറിക്കാം എന്നാണ് അവർ പറയുന്നത്. അയ്യോ, കുറച്ച് വേദന എടുക്കൂട്ടാ. എൻ്റെ മൂക്കുത്തി പറഞ്ഞു പോരുമെന്ന് എനിക്ക് സംശയമുണ്ട്. അയ്യോ, മൂക്കുത്തി ഏത് സൈഡിലായിരുന്നു? മൂക്കുത്തിനെ നമുക്കൊന്ന് രക്ഷിക്കാം. ഓക്കെ, ഓ നിങ്ങൾക്കിത് ക്ലിയർ ആകുമോ എന്ന് എനിക്കറിയില്ല, ബട്ട് ഞാനത് കാണിക്കാം. ഇതെങ്ങനെ ക്ലിയർ ആകും? ഓക്കെ, ഞാനതിൻ്റെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണുന്ന രീതിക്ക് ഞാനൊരു ഷോട്ട് എടുക്കും. വൈറ്റ് ഹെഡ്സ് അങ്ങനെ കാണാനുണ്ടായിരുന്നില്ല, പക്ഷേ ഇത് വെച്ച് എടുത്തപ്പോൾ വൈറ്റ് ഹെഡ്സും ഉണ്ട് ബ്ലാക്ക് ഹെഡ്സും ഉണ്ട്. മുഖം നല്ല സ്മൂത്തായിട്ടാ, നല്ല രസം, പിടിച്ചുകൊണ്ടിരിക്കാൻ നല്ല സുഖമുണ്ട്. ആ രീതിക്ക് ഭയങ്കര സ്മൂത്തായേ. ജസ്റ്റ് ഒന്ന് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. കണ്ണാടി ഞാൻ എടുത്ത് വയ്ക്കാൻ മറന്നുപോയതുകൊണ്ട്. കൊള്ളാട്ടോ. ഇവിടുത്തെ ഈ ഒരു ഏരിയ നമ്മളിത് ഇട്ടിട്ടില്ലല്ലോ, ഇവിടെയും തനിച്ചറിയാൻ പറ്റും വ്യത്യാസം. ആ രീതിക്ക് നല്ലതായിട്ടുണ്ട്. ചെറിയൊരു പെയിൻ ഉണ്ട്, അത് സ്വാഭാവികമാണ്, കാരണം ഇതിങ്ങനെ പോരണമല്ലോ. ഉള്ളിൽ നിന്നത് പോരണമെങ്കിൽ നമുക്ക് ചെറിയൊരു പെയിൻ, ഓഫ് കോഴ്സ് പെയിൻ ഉണ്ടാകും. നിങ്ങളത് മനസ്സ് വയ്ക്കുക. ഭയങ്കര പെയിനാണ് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളം തൊട്ടിട്ട് അതിങ്ങനെ പറിച്ചെടുത്താൽ മതി. ഇതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ജോ ലൈൻ്റെ ഈ ഒരു ഏരിയയിലൊക്കെ നമുക്കിത് ചെയ്തിട്ട് ഇതിങ്ങനെ പറിച്ചെടുക്കാവുന്നതാണ്. ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇത് ആമസോണിലും അതുപോലെ ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്, വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.